ഹലോ ഗൈസ്, അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്തായിരിക്കും? എത്ര 2024 ഒക്കെ കഴിയാറ് കഴിഞ്ഞ എത്ര 2-3 ദിവസമേ ഉള്ളൂ. 2 ദിവസം, രണ്ടും ഇല്ല, ഒരു ദിവസമേ ഉള്ളൂ. ആൻഡ് പുതിയൊരു വർഷം 2025 ആവാൻ പോവാണ്. അപ്പോൾ ഈ ഒരു വർഷം എന്ന് പറഞ്ഞാൽ എന്താ ഒരുപാട് നല്ല കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ പക്ഷെ ആ ഒരു നല്ല കാര്യങ്ങളൊക്കെ കവർ ചെയ്യാൻ വേണ്ടിട്ട് നമുക്ക് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിട്ടുണ്ട്. ജീവിതം തന്നെ മാറ്റിമറിച്ചു, നമ്മളെ ഒറ്റപ്പെടുത്തിയ വർഷം, നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടാത്തൊരു വർഷമായിട്ട് എനിക്കിത് 24 നമുക്ക് ഒരുപാട് സന്തോഷങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനെയൊക്കെ കവർ ചെയ്ത് അതിനെയൊക്കെ തകിടം മറിച്ചിട്ട് നമുക്ക് അതേപോലെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കാത്ത ദുഃഖമാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താ വെച്ചാൽ ഇനി ഇതിനൊരു മാറ്റമില്ല, ഈ വേദനയ്ക്ക് ഒരു മരുന്നില്ല. നമ്മൾ ജീവിതകാലം നമ്മൾ ജീവിക്കുന്നിടത്തോളം ഈ വേദനയും പേറി വേണം നമ്മൾ പോകാൻ വേണ്ടിയിട്ട്. അങ്ങനത്തെ ഒരു വർഷം കൂടിയാണ് ഒന്ന് നോക്കുമ്പോൾ ഏറ്റവും വെറുക്കപ്പെട്ട ഒരു വർഷമാണ്, ചീത്ത വർഷമാണ്, എല്ലാം നഷ്ടപ്പെടുത്തിയ വർഷമാണ്. എൻ്റെ മക്കൾ വേദന എന്താന്ന് പോലും അറിഞ്ഞിട്ടില്ല, അതറിഞ്ഞ വർഷമാണ്. പിന്നെ വേറെ കാര്യങ്ങൾ നോക്കുകയാണെന്ന് വെച്ചാൽ ഉണ്ണിപ്പോൾ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയത്, പിന്നെ അതുപോലെ എനിക്ക് ഇൻ്റർലോക്ക് ഇടണം മുറ്റത്ത്, അതൊക്കെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര വീട് വൃത്തിയാക്കിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വീട്ടിൽ എന്തെന്ത് ചെയ്താലും എനിക്ക് മതിയാവില്ല കേട്ടോ, അത്രയും വീടിനെ സ്നേഹിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഇൻ്റർലോക്ക് കെട്ടി നമ്മൾ ചുറ്റും മതിലൊക്കെ കെട്ടി ഫുള്ള് വൈറ്റ് വാഷൊക്കെ ചെയ്ത് അതൊരു ഹോം ടൂർ. നമ്മളുടെ ബക്കറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ അച്ചീവ് ചെയ്ത് കൊണ്ടുവന്നിരുന്ന ഒരു വർഷം കൂടിയായിരുന്നു. അപ്പോൾ ഇപ്പൊ പെട്ടെന്ന് ഒരാൾ ചോദിച്ചാൽ 2024 എനിക്ക് കുറെ അച്ചീവ്മെന്റ്സും ഉണ്ടായിട്ടുണ്ട്. അതേപോലെ ഏറ്റവും വലിയ എൻ്റെ ജീവിതത്തിൽ തന്നെ ഏറ്റവും വലിയ ലോസും എനിക്ക് ഉണ്ടായ ഒരു വർഷമാണ് 2024. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് എല്ലാവരും ചോദിക്കും. അപ്പൊ എല്ലാവരും ഇങ്ങനെ ഇടുന്നുണ്ടല്ലോ. അപ്പൊ നമുക്ക് ഇങ്ങനെയാണ്, നമ്മൾക്ക് ആ സന്തോഷങ്ങളില്ല, എല്ലാം നഷ്ടപ്പെട്ട വർഷം. ആ സന്തോഷങ്ങളൊക്കെ ഇതിൽ പോയി. ഇപ്പോൾ നമ്മൾ എന്തിനെങ്കിലൊക്കെ വേണ്ടി ഇങ്ങനെ ജീവിക്കും. ഇപ്പോൾ ഉണ്ണിപ്പിന്ന് രാവിലെ പറയണ എന്തൊക്കെയോ നമ്മൾ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ മമ്മി, ഒരു വിങ്ങലാണ് എന്നും മനസ്സിൽ. ഡെയിലി രാവിലെ നീക്കുമ്പോഴും രാത്രി കിടക്കുമ്പോഴും ആ ഒരു ഫീൽ എനിക്ക് പറഞ്ഞുതരാൻ അറിയൂടാ. എന്തുവാ നമ്മൾ എന്തിനെങ്ങനെയൊക്കെ ചെയ്യണം, നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാ ചെയ്യണേ, ഒരു ഇത് നമ്മൾ എന്തോ ജീവിക്കാൻ വേണ്ടി എന്തൊക്കെയോ ചെയ്യുന്നു എന്നുള്ളൊരു തോട്ട് വരും എനിക്ക്. നമ്മളൊരു ഹാപ്പി ആയിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യില്ല, അങ്ങനെ ചെയ്യും. പക്ഷെ അങ്ങനെ ഒരു ചെയ്യാൻ തോന്നുന്നില്ല. നമ്മൾ ചിരിക്കുന്നു കളിക്കുന്നു, അതൊക്കെ വേറൊരു ഇത്. പക്ഷെ നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോഴും എന്തോ ആർക്കോ വേണ്ടി ചെയ്യുന്നു, നമ്മൾ ജീവിക്കാൻ വേണ്ടി ചെയ്യുന്നു എന്നുള്ളൊരു തോട്ട്. അതൊന്നും ഒരു ഹാപ്പി ആയിട്ട് ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല. 2025 ആകുമ്പോഴത്തേനും ഇതെല്ലാം മാറി ഒരു ഫ്രഷ് സ്റ്റാർട്ടപ്പ് ആവട്ടെ എന്ന് ഉള്ളുകൊണ്ട് ഒരുപാട് കേട്ടോ. കാരണം എന്താ അറിയോ, വേദനിച്ചിട്ടേ നമുക്ക് സത്യം പറഞ്ഞ അസുഖങ്ങൾ കൂടുക, വയ്യ, നമ്മൾ അങ്ങോട്ട് താഴ്ചയിലേക്ക് പോകുന്നൊക്കെ എനിക്ക് തോന്നിപ്പോയിട്ടോ. കാരണം ഞാൻ തന്നെ മാറാൻ തുടങ്ങി, എൻ്റെ രീതികൾ മാറാൻ തുടങ്ങി. അപ്പൊ എനിക്ക് തന്നെ തോന്നി എനിക്ക് ഇന്നലെ മമ്മി ഫുഡ് കഴിച്ചിട്ടുള്ളത് എത്ര മണിക്കാന്നറിയോ? 6 മണിക്ക്, വൈകുന്നേരം 6 മണിക്ക്, രാവിലത്തെ അല്ലേ. കാരണം എനിക്ക് നമ്മൾ ഏതോ ഒരു ഇതിലിങ്ങനെ വേദന അടിച്ച് അവിടെ കിടക്കുക അങ്ങനെയൊക്കെ ഉണ്ടാകുന്നൊക്കെ ഒരു മാറണം. ഞാൻ മോട്ടിവേറ്റ് ചെയ്തിട്ട് ഒരുപാട് പേര് നേരായിട്ടുണ്ട്. പക്ഷെ എനിക്ക് ആ കുഴിയിൽ നിന്ന് കയറാതിരിക്കാൻ നമുക്ക് പറ്റില്ല, കയറണം. പക്ഷെ ഇത്രയെങ്കിലും ആയല്ലോ, നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന പറയാതിരിക്കാൻ പറ്റില്ല. അത്രയും ആൾക്കാരാണ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കേട്ടോ. എനിക്ക് ഓരോ ദിവസം ഇൻസ്റ്റയിൽ വരുന്ന മെസ്സേജ് ഫുള്ളും മമ്മിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ ഒരു കൊച്ചു കേട്ടോ, മമ്മീനെ ഞാൻ നോക്കാം, ഇപ്പോഴല്ല എത്രയോ 5 വർഷം കഴിഞ്ഞിട്ട് മമ്മി എന്താവശ്യം ഉണ്ടെങ്കിലും എന്നോട് ചോദിക്കണം. എന്തോ കൊച്ചിപ്പോൾ പഠിക്കുകയാണ് കേട്ടോ, CA അങ്ങനെ എന്തോ പഠിക്കുകയാണ്. അപ്പോൾ മമ്മിക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും എന്നെ വിളിക്കണം. ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ ആവശ്യമൊന്നുമില്ല മോളെ, നിങ്ങളുടെ സ്നേഹം തന്നെ മതി പറയുമ്പോൾ എന്നാലും മമ്മി വിളിക്കണം, എന്തെങ്കിലും ഒരു ആവശ്യം വരികയാണെങ്കിൽ. അതുപോലെ കുറേ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞിരുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയുകയാണ്, അങ്ങനെ പറയാനെങ്കിലും നമുക്ക് ഇഷ്ടം പോലെ ആൾക്കാരുണ്ടല്ലോ, തന്നോ ഇല്ലേ വാങ്ങിച്ചോ ഇല്ലേ അതൊക്കെ വേറെ കാര്യം. ഞാനങ്ങനെ ഒരാളുടെ അടുത്തൊന്നും 1 രൂപ വാങ്ങിക്കാത്ത ഒരാളാണ് കേട്ടോ. അതുകൊണ്ട് എനിക്ക് ആ പറച്ചിൽ തന്നെ എനിക്ക് ഒരുപാട് വലിയൊരു കാര്യമാണ്. അല്ലാതെ ഞാൻ ഒരാളുടെ അടുത്തും കൈ നീട്ടി ഒരു കാര്യം ഞാൻ വാങ്ങിക്കാത്ത ഒരാളാണ്. ഇത്രയും നമ്മൾക്കൊരു പ്രതിസന്ധി വന്നിട്ട് പോലും നമ്മൾ അത് തരണം ചെയ്ത് അതിനുള്ള സൊല്യൂഷൻ ഉണ്ടാക്കി ഓരോന്ന് മുന്നോട്ട് പോകുന്നല്ലാണ്ട്
നമ്മൾ അനാവശ്യമായിട്ട് ഒരാളുടെ അടുത്ത് നിന്നും വാങ്ങിച്ച് നമ്മളെ ഈ ഒരു 2024 നമ്മളിങ്ങനെ തകർന്നിരിക്കുമ്പോ കൂടെ നമ്മളെ കൂടുതൽ തകർക്കാൻ ആൾക്കാർ ശ്രമിച്ചെങ്കിലും അവിടെ നിന്നൊക്കെ ഉയർത്തെഴുന്നേറ്റ് നമ്മൾ വന്നു. കാരണം നിങ്ങൾക്ക് നമ്മളെ മറ്റേ അടിക്കുക, ദ്രോഹിക്കുക, നമ്മളെ മറ്റേ ഫിസിക്കലി ദ്രോഹിക്കുന്നതിനെക്കാട്ടിലും എത്രയോ അത് നമ്മൾ ചെറുപ്പത്തിൽ നിന്ന് നമ്മൾ വലുതാകുമ്പോഴേ അത് റിയലൈസ് ചെയ്യണം. ഫിസിക്കലി ഉള്ള ദ്രോഹത്തിനെക്കാട്ടിലും നമുക്ക് മെന്റലി തരുന്ന ഓരോ ബ്രേക്ക് ഡൗൺസും, മെന്റലി തരുന്ന ഇമോഷണലി നമ്മളെ തളർത്തുന്നതാണ് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യുക. അത് ഈ ഒരു 2024 നമ്മള് അറ്റ് ദ പീക്ക് എങ്ങനെയായിരിക്കോ അത് ഫുള്ള് നമ്മൾ അനുഭവിച്ചു കഴിഞ്ഞു. അതിലൊരു കാര്യം എന്താ വെച്ചാൽ എല്ലാം തികഞ്ഞവരെ പറയണ വെച്ചാൽ കുഴപ്പമില്ല. ഈ ചളിക്കുഴിയിൽ കിടന്നിട്ട് പടഞ്ഞ് എഴുന്നേക്കാൻ പറ്റാത്ത ആൾക്കാർ പറയുമ്പോൾ നമുക്ക് എത്ര ഇതുണ്ടാവും. എല്ലാം തികഞ്ഞവർക്ക് പോലും ഇന്ന് ഒരാളിനെ കൈ ചൂണ്ടി പറയാനുള്ള ഒരു റൈറ്റ്സും ഇല്ല, ഒരു അധികാരവും ഇല്ല. എല്ലാം തികഞ്ഞ ആൾക്ക് പോലും വേറൊരാളും പറയാനുള്ള ഒരു അധികാരം. കാരണം ഈ ലോകത്തുള്ള ഒരാളും തെറ്റ് ചെയ്യാത്ത ഒരാളില്ല. എന്നിട്ട് എല്ലാം തികഞ്ഞ ആൾക്കാരെ പോലെ നമ്മൾ പൊട്ടാന്നുള്ള രീതിയിൽ പറയുന്ന ആൾക്കാർ വരെ നമ്മുടെ ഈ പപ്പട കാര്യത്തിൽ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. നമ്മൾ നല്ലത് ചെയ്താലും നല്ലത് ചെയ്തില്ലെങ്കിൽ നമുക്ക് കേൾക്കും. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മളെ മനുഷ്യരെങ്ങനെയാണെന്ന് കുറച്ചും കൂടെ പഠിക്കാൻ പറ്റി. നമ്മള് നല്ലത് ചെയ്താലും നല്ലത് ചെയ്തില്ലെങ്കിലും കുറ്റം എപ്പോഴും നമുക്കായിരിക്കും മനസ്സിലായി. അപ്പൊ നമ്മള് എനിക്ക് ഇതിലൊരു തരാൻ പറ്റുന്നത് എന്താന്ന് വെച്ചാൽ നമ്മളെ എന്തൊക്കെ നമ്മൾ ആൾക്കാരെ തളർത്തിയാലും അത് അവരിനെ ബോധർ ചെയ്യില്ല, നമ്മളെയും ബോധർ ചെയ്യാത്ത രീതിയിൽ ജീവിക്കും. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം വെച്ചാൽ നമ്മള് ഒരുപാട് നമ്മുടെ മനസ്സൊക്കെ ഒരു ബോൾഡായി. ഫസ്റ്റ് ഒക്കെ എനിക്കില്ല ഒരു കമന്റ് വന്നാൽ കൂടി എനിക്ക് പേടിയാ. അത് വെച്ച് അടക്കം ആൾക്കാർ മുതലെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് പേടിയുണ്ട് എന്ന് അറിഞ്ഞിട്ടടക്കം ആൾക്കാർ മുതലെടുത്തിട്ടുണ്ട്. അതൊന്നും നമ്മളിവിടെ പറയുന്നില്ല. അപ്പോൾ ആ ഒരു പേടിയൊക്കെ എനിക്കിപ്പോൾ അങ്ങോട്ട് മാറി കിട്ടി. കാരണം എന്താ അറിയോ, നമുക്കൊരു തളർച്ച വന്നപ്പോൾ നമ്മളുടെ ചുറ്റും നിൽക്കുന്നവരിനൊന്നല്ല ഞാൻ പറയുന്നത്, 1, 2, 3, 4 നമുക്ക് ശത്രുക്കൾ ഉണ്ടായിരുന്നത് കയ്യിൽ എണ്ണാവുന്നവർ മാത്രമേ ഉള്ളൂ. ആ കുറച്ച് ആൾക്കാർ നമ്മളങ്ങോട്ട് വട്ടം ഇട്ട് ആക്രമിക്കാൻ നോക്കി. പക്ഷെ ദൈവം എന്നുള്ളൊരു ശക്തി ഉള്ളതുകൊണ്ടും എൻ്റെ ഫാമിലിയൊക്കെ എൻ്റെ കൂടെ ഉള്ളതുകൊണ്ടും നമുക്ക് അതൊന്നും ഏറ്റിട്ടില്ല. അത് വേറെ കാര്യം. പക്ഷെ അതിന്നൊക്കെ നമ്മൾ തരണം ചെയ്ത് നമ്മളിവിടെ എത്തി. പിന്നെ നമ്മൾ അത്രയും മനസ്സിപ്പോൾ ബോൾഡ്. ഇനി എനിക്കൊരു കാര്യം വരികയാണെന്ന് വെച്ചാൽ എനിക്ക് ഒരു പേടിയില്ല. എനിക്ക് ഒരു പേടിയില്ല. ഞാൻ കുറച്ച് കാര്യങ്ങൾ കേട്ടിരുന്നു കേട്ടോ. 1, 2 ആൾക്കാർ, ഇപ്പോൾ ഈ നാട്ടിലായിക്കോട്ടെ 1, 2 ആൾക്കാരായിരിക്കും നമ്മളൊരു ഇതിൽ പറയുക. വേറെ എൻ്റെ നാട്ടിലാണെങ്കിൽ അങ്ങനെ പറയാം. പക്ഷെ അവരുടെയൊക്കെ കഥ എടുത്ത് അതിൻ്റെ അപ്പുറമായിരിക്കും ആ ആൾക്കാരൊക്കെയും പറയുക എന്നുള്ളത് എനിക്ക് മനസ്സിലായി. പിന്നെ ഇപ്പം എനിക്ക് അങ്ങനത്തെ ഒരു വിഷയമോ ആരെന്ത് പറയുന്നുള്ള ഒരു വിഷയമോ ഞങ്ങളെ ബാധിക്കില്ല. കാരണം ഈ പറയുന്നവർ ഏതാ ആൾക്കാരും നമുക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് നമ്മൾ അതിൽ നിന്നൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് പഠിച്ചു. ലുണ്ണി, നമുക്ക് അങ്ങനത്തെ ഒരു വിഷയമൊന്നും ഇല്ല. അപ്പോൾ ഭയങ്കരമായിട്ട് ബോൾഡായി. ഇനി എന്ത് കാര്യം വന്നാലും ഞങ്ങളത് നേരിടും എന്നുള്ളൊരു മനസ്സിക്കായി. അത് കൂടെ വേണ്ട ആള് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടെന്ന് വിശ്വസിച്ച് 2025 നമ്മൾ കിടക്കുന്നു. ഇനി നെഗറ്റീവ് തോട്ട്സ് നെഗറ്റീവ് ഒന്നുമില്ല. ഈ ഒരു വീഡിയോയോട് കൂടിയിട്ട് നമ്മള് ഇനി ഒരു കമന്റ് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു ഒന്നും പറഞ്ഞിട്ട് നമ്മൾ വരില്ല. ഞാൻ പറയില്ല, പക്ഷെ മമ്മി അങ്ങനെ ഞാൻ ചിലപ്പോ പറയും. കാരണം നമുക്ക് ഈ ചീത്ത വിളിക്കുന്നവർക്ക് അറിയില്ല, ഇല്ലെങ്കിൽ നമ്മളെ കുറിച്ച് പരദൂഷണം പറയുന്നവർക്ക് അറിയില്ല. ദൈവം ഈ ചീത്ത പറയുന്നവരും പരിദൂഷണം പറയുന്നവരും താഴ്ത്തൂത്ര. ഈ നമ്മളെ കുറിച്ചാ പറയുന്നത് നമ്മളെ പൊക്കും, നമ്മൾ അത്രത്തോളം അനുഗ്രഹിക്കപ്പെടുത്തും. അപ്പൊ നമുക്ക് സുഖല്ലേ, അവര് കാരണം നമ്മൾ ഫ്രീ ആയിട്ട് നേരാവുമല്ലേ. കാരണം അവര് പറയട്ടെ, നമ്മൾ ആരും പറയുന്നില്ല, അതുകൊണ്ട് നമ്മൾക്ക് തഴേണ്ടി വരില്ല. ഈ നമ്മളെ വായുകൊണ്ട് അവരിനെ കുറിച്ചും ഇവരെ കുറിച്ചും മേശണി പറഞ്ഞാൽ ആ കുടുംബം നശിക്കുകയുള്ളൂ. ആ കുടുംബം ഒരിക്കലും ഗതി പിടിക്കില്ല എന്ന് ദൈവത്തിന്റെ വചനത്തിലുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മളാരും പറയാൻ പോകണ്ട, പറയുന്നവരെന്തോ പറയട്ടെ, അത് നമുക്ക് വിഷയമില്ല. എനിക്ക് അധികം മനസ്സിലാക്കാൻ പറ്റിയത് എന്താ അറിയോ, ഞങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഈ ഒരു ഇതിൽ നിന്ന് നമ്മൾ അത്യാവശ്യം നന്നായിട്ട് ഏൺ ചെയ്തു. അതുപോലെ ചെയ്യാൻ പറ്റാത്ത കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. നമ്മളെ കണ്ടിട്ട് ഇവർ വലിയ ഇതെന്ന്, നമ്മളെ വീട്ടിലിരുന്ന് നല്ല മാന്യമായിട്ടുള്ള വീഡിയോസ് ഇട്ട് എന്നിട്ടാണ് നമ്മൾ ഇത്രയും ഏൺ ചെയ്തത്. അല്ലാണ്ട് നമ്മളുടെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ഒരു ദാരിദ്ര്യം പറഞ്ഞ് നമ്മൾ വന്നിട്ടില്ല, നമ്മുടെ വീട്ടിലത്തെ പ്രശ്നം പറഞ്ഞ് നമ്മൾ വന്നിട്ടില്ല, ഞങ്ങളുടെ വീട്ടിൽ ഇന്ന വഴക്കാണ് ഈ വഴക്കാണ് പറഞ്ഞ് ഞങ്ങൾ വന്നിട്ടില്ല. ഞങ്ങൾ നല്ല വീഡിയോസ് ഇട്ട് മാത്രമാണ് ഞങ്ങൾ ഇതുവരെ വന്നത്. പിന്നെ ഈ പെട്ടൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടേണ്ടി വന്നത്
നമ്മൾ ഗതികേട് കൊണ്ട് ഇടേണ്ടി വന്നതാണ്. അത് നമ്മൾ വേണിച്ചിട്ട് ഇട്ടതൊന്നും അല്ല. അത് അപ്പോഴത്തെ ഒരു അവസ്ഥ അങ്ങനെയൊക്കെ ഇട്ട് പോയതാണ്. അതും ഇപ്പൊ തോന്നുന്നു വേണ്ടായിരുന്നു. കാരണം എന്തിനാ വെറുതെ സോഷ്യൽ മീഡിയയിൽ അതുപോലും ഇട്ട് എന്നുള്ള. ഞാൻ ഇപ്പോഴും ഇങ്ങനെ ഓരോരുള്ള വീഡിയോസ് ചെയ്യുകയാണെങ്കിൽ മമ്മി കമന്റ്സിന് മമ്മി ചില വീഡിയോസിലൊക്കെ കമന്റ്സിന് റിപ്ലൈ കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്യും. അപ്പൊ ഞാൻ പറയും വേണ്ട അമ്മി, അതിന്റെ ഒന്നും ആവശ്യമില്ല, നമ്മളുടെ ഒരു അങ്ങനെ ഒരു ചാനൽ ആക്കണ്ട അങ്ങനെയൊക്കെ ഞാൻ പറയുന്നു. പക്ഷെ എന്തോ പപ്പയുടെ കേസ് പറയണം തോന്നി. അപ്പൊ ആ ഒരു കാര്യങ്ങൾ ഞങ്ങൾക്ക് പറയണമെന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് നമ്മൾ അത് ഇട്ടത് കേട്ടോ. അല്ലെച്ചാൽ നമ്മൾ അതും ഇടില്ലായിരുന്നു. അപ്പോൾ ഈ ഒരു വർഷത്തോട് കൂടിയിട്ട് നമ്മൾ എല്ലാ സങ്കടങ്ങളും എല്ലാം പറയുന്നതും എല്ലാം ഇവിടെ നിർത്തുകയാണ്. കാരണം ഞങ്ങൾക്കും കേൾക്കാൻ തീരെ താല്പര്യമില്ല. നിങ്ങളും ആവുന്നത് ഇനി പപ്പയുടെ കാര്യം അത് പറഞ്ഞ് നിങ്ങൾ ഓരോന്നും ചോദിക്കേണ്ട, കമന്റ് ഇടണ്ട. കാരണം ഇപ്പൊ എങ്ങനെ അതൊന്നും പറയണ്ട. അത് കേൾക്കുമ്പോൾ നമുക്ക് അപ്പോഴാണ് പപ്പ ഇല്ലാല്ലേ ഞങ്ങളുടെ കൂടെ എന്നുള്ള ഒന്നും കൂടി തോന്നുന്നത്. ഞങ്ങൾ മറന്ന് എങ്ങനെയെങ്കിലൊക്കെ ജീവിക്കാൻ വേണ്ടി നോക്കുകയാണ്. മറക്കില്ല, ആള് നമ്മുടെ കൂടെ ഉണ്ട്. ഈ വേദനകൾ മറന്നിട്ട് ജീവിച്ചല്ലേ പറ്റൂ. അപ്പൊ അത് മറന്ന് ജീവിക്കാൻ വേണ്ടി നോക്കുകയാണ്. ഏട്ടൻ എപ്പോഴും ബഹറിൽ ഉണ്ടിച്ചിട്ട് തന്നെ ഞങ്ങൾ ജീവിക്കുന്നത്. ഇതൊക്കെ നമ്മൾ അനുഭവിക്കുന്ന നമ്മളെ അവസ്ഥ നിങ്ങൾക്ക് പറഞ്ഞറിയില്ല കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും 3 ആളായിട്ട് അംഗസംഖ്യ കുറഞ്ഞു, 4 ആൾ എന്നുള്ളത് അത് പറയാം. ഇനി കാര്യങ്ങളൊന്നും ഇല്ല, അത് പോട്ടെ. പിന്നെ ഏട്ടൻ്റെ സാധനങ്ങൾ കിട്ടിയോന്ന് ചോദിച്ചിട്ട് ഞാൻ 1-2 കമന്റ് കണ്ടിരുന്നു. ഞാൻ അതിനെക്കുറിച്ചൊന്നും ഇനി പറയണ്ടെന്ന് വിചാരിച്ചാണ്. കാരണം സോഷ്യൽ മീഡിയയിലേക്ക് ഇതൊന്നും എത്തിക്കാൻ എനിക്ക് ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞ എൻ്റെ അവസ്ഥ കൊണ്ട് എത്തിച്ചതാണ്. ഞാൻ ഇനി അതിനെക്കുറിച്ചൊന്നും പറയണ്ടെന്ന് വിചാരിച്ചാണ്. കാരണം സോഷ്യൽ മീഡിയയിലേക്ക് ഒന്നും എത്തിക്കാൻ എനിക്ക് താല്പര്യമില്ല. സോഷ്യൽ മീഡിയ എന്നുള്ളത് സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ അതിൽ എന്തെങ്കിലും അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എന്നും ഞാൻ ഉണ്ണിബാബോട് പറയും നമ്മളെപ്പോഴും സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. കാരണം സോഷ്യൽ മീഡിയയാണ് പറയും. അപ്പോൾ ഇതൊക്കെ ഏട്ടൻ്റെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഗതികേട് കൊണ്ട് ഇടേണ്ടി വന്നതാണ്. ഇനിയും അതിനെക്കുറിച്ച് പറഞ്ഞ് അങ്ങനെ ഇടാൻ എനിക്ക് താല്പര്യമില്ല. കാരണം എനിക്ക് 2 പെൺമക്കളാണ്, അവരുടെ ഭാവി എനിക്ക് നോക്കണം. അതുകൊണ്ട് ഇനി കൂടുതലൊന്നും ഏട്ടനെ കുറിച്ച് പറഞ്ഞിട്ടോ അങ്ങനെയൊന്നും എനിക്ക് താല്പര്യമില്ല ഇടാൻ വേണ്ടിയിട്ട്. നിങ്ങളും ചോദിക്കേണ്ട. അത് ചോദിക്കുമ്പോഴാണ് നമ്മൾക്ക് ഒന്നും കൂടി ഏട്ടൻ്റെ കാര്യങ്ങൾ ഓർമ്മ വരുന്നത്. എന്തൊക്കെ പറഞ്ഞാലും നഷ്ടം ഞങ്ങൾക്ക് പറ്റിയിരിക്കുന്ന നഷ്ടം തന്നെയാണ്. പിന്നെ ഏട്ടൻ്റെ സാധനങ്ങൾ കിട്ടിയ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഏട്ടൻ്റെ സാധനങ്ങൾ കുറച്ചൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ കുറച്ച് സാധനങ്ങൾ കിട്ടിയിട്ടില്ല. പിന്നെ ഒരു പെൻഡല് സ്വർണത്തിൻ്റെ അത് കിട്ടിയിട്ടില്ല. പിന്നെ ഒരു ബ്രേസ്ലെറ്റ് വെള്ളിയുടെയാണ് കേട്ടോ, അതും കിട്ടിയിട്ടില്ല. ഒരു വാച്ചും. ഇനി അത് കുഴപ്പമില്ല, ഞങ്ങൾക്ക് കുഴപ്പമില്ല, ആളെ പോയി. ഇനിയിപ്പോൾ എന്താപ്പോൾ ഈ കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ ഇതോടുകൂടി ഞങ്ങൾ വിടുകയാണ്. കിട്ടിയ സാധനം നമ്മൾ സൂക്ഷിച്ച് വെക്കും. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ നമ്മൾ കിട്ടിയത് ബഹ്റിൻ പോലീസിൻ്റെ കയ്യിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ അവിടേക്ക് നമ്മൾ ലെറ്റർ കൊടുത്ത് എന്നിട്ടൊക്കെയാണ് കിട്ടിയത്. അപ്പോൾ ഇത് അറിയാൻ വേണ്ടിയിട്ട് 1-2 കമൻറ്റ് കണ്ടതുകൊണ്ട് മാത്രം പറഞ്ഞതാണ്. ഇല്ലച്ച് ഞാനത് പറയില്ല എന്ന് വിചാരിച്ചതാണ് കേട്ടോ. എന്തായാലും ഈ ഒരു വർഷത്തോട് കൂടിയിട്ട് ഞങ്ങളെല്ലാ വിഷമങ്ങളും ഇതും ഞങ്ങളിവിടെ ഇറക്കി വെക്കുകയാണ്. വിഷമങ്ങൾ ഉണ്ടാവും, ജീവിതകാലം ഇവിടെ ഉണ്ടാവും. അത് ആരെയും അറിയിക്കാതെ ജീവിക്കാനാണ് ഇഷ്ടം. കാരണം എന്നും നിങ്ങൾ എപ്പോഴും കണ്ടിട്ടുണ്ടോ ഞാൻ കരഞ്ഞു വന്ന് വീഡിയോ ഇട്ടത് എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞാൻ എന്നും ചിരിച്ചു വന്നിട്ടാണ് എന്നും വീഡിയോ ഇടുക. എനിക്ക് ഒരുപാട് വയ്യായികളും വേദനകളും ഉണ്ടെച്ചാലും ഞാൻ ചിരിച്ചു വന്ന് വീഡിയോ എടുക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് ഇനിയും അങ്ങനെ തന്നെ വരണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഞാൻ കരഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മക്കൾ ഭയങ്കരമായിട്ട് തളരും. പിന്നെ എൻ്റെ ഫാമിലിയെക്കുറിച്ച് എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ഈ ഒരു അവസ്ഥയിൽ എന്നെ ഒരുപാട് പറയാൻ പറ്റില്ല. എൻ്റെ ഏട്ടനൊക്കെ എൻ്റെ ബ്രദർ കേട്ടോ, അവനൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, നമ്മുടെ കൂടെ നിന്നിട്ടുണ്ട്. ഇങ്ങനെ ഓരോന്നൊക്കെ പറയുമ്പോൾ ഏട്ടൻ പറയും, കമൻറ്റുകൾ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ, ഉണ്ണി ഈ ഒരു സമയം കടന്നു പോവും, നീ എന്തിനാ ഇതാക്കണത്, നമ്മൾ അതൊന്നും വിഷമിച്ചിരുന്ന് നമ്മൾ തളരാൻ പാടില്ല, ഈ ഒരു സമയം കടന്നു പോവും പറഞ്ഞ് നമ്മുടെ കൂടെ നിൽക്കാൻ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇന്നിപ്പോൾ ഏട്ടൻ്റെ അച്ചുട്ടി ഇങ്ങനെ വലിയ കുട്ടിയായിട്ടുള്ള ചടങ്ങാണ് നാളെയൊക്കെ. അപ്പോൾ എല്ലാവരും വന്ന് ചന്തമായിട്ട് കഴിയേണ്ട ഒരു ചടങ്ങായിരുന്നു. കാരണം എനിക്ക് 3 ചേച്ചിമാരും ഒരു ഏട്ടനാണ്. ആ 3 ചേച്ചിമാരുടെ കാര്യം, എൻ്റെ കാര്യം, എല്ലാ കാര്യത്തിനും അവരൊക്കെ വന്നിരുന്നതാണ്. പക്ഷെ ഏട്ടൻ്റെ ഒരു കുട്ടറ കാര്യം വന്നപ്പോൾ ഒരാൾക്ക് എന്നല്ല ആർക്കും വരാൻ പറ്റിയില്ല കേട്ടോ. നമ്മുടെ ഉണ്ണിച്ചക്കൻ്റെ മമ്മി നല്ല വയ്യാണ്ട് കിടക്കുകയാണ്. കുറച്ച് സീരിയസ് തന്നെ വേണമെങ്കിൽ പറയാം. ആൾക്ക് എണിക്കാനും നടക്കാനും ഒന്നും പറ്റണില്ല. അതുകൊണ്ട് അവർ വരില്ല. പിന്നെ വലിയ ചെന്നൈയിലുള്ള ചേച്ചിക്കാണെങ്കിലും എന്തോ പനി വന്നിട്ട് കൗണ്ട് എന്തോ എന്തോ ചെയ്തിട്ട് അവരും ഹോസ്പിറ്റലും അങ്ങനെ ഇങ്ങനെയായിട്ട് നടക്കുകയാണ്. പിന്നെ ഞങ്ങളാണ്. അപ്പം ഞാൻ പോകുന്നില്ല. അപ്പം ഏട്ടൻ്റെ വിഷമം കണ്ടിട്ട് ഞാൻ ഉണ്ണീനെ വിടാന്ന് വിചാരിച്ചു. വാക്കുട്ടി ചിലപ്പോഴേ പോകുള്ളൂ. അവൾക്ക് ചിലപ്പോൾ സ്റ്റാർട്ടിങ് 4 31 പ്രോഗ്രാം. അപ്പോൾ
അപ്പം അതുകൊണ്ട് അങ്ങനെ ഉണ്ണീനെ ഞാൻ വിടാമെന്ന് വിചാരിച്ചു. കാരണം ഏട്ടന് അത്രയും വിഷമം കേട്ടോ. എന്നെ അങ്ങനെ വിളിക്കണം വാന്ന്. എനിക്ക് പോകണമുണ്ടൊന്നും കുഴപ്പമില്ല, പക്ഷെ എനിക്ക് മനസ്സുകൊണ്ട് ഞാൻ ഓക്കെ ആയിട്ടില്ല. അപ്പം അതുകൊണ്ട് മാത്രമാണ് പോവാതിരിക്കുന്നത്. അപ്പോൾ ഉണ്ണി എല്ലാത്തിനും പോകാനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഉണ്ണി അവള് പോവുകയൊക്കെ ചെയ്യും. അപ്പം എന്താ വെച്ചാൽ അവൾക്ക് പോകാൻ ഞാനില്ലാണ്ട് താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ മാമി അവള് നല്ല കമ്പനിയാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് മാമയുടെ ഒരു കുട്ടിയുടെ ഒരു കാര്യം വരുമ്പോൾ അവള് പോവും. എന്തായാലും ജസ്റ്റ് പറ്റുകയാണെന്ന് വെച്ചാൽ അവിടുത്തെ ജസ്റ്റ് ഒരു കാര്യങ്ങളൊന്ന് വീഡിയോ ഒക്കെ എടുത്തിട്ട് വരണം കേട്ടോ, മമ്മിക്ക് കാണാൻ വേണ്ടിയിട്ട്. കാരണം ഞാൻ പോയില്ലെങ്കിൽ എനിക്ക് വീഡിയോയിൽ ഇങ്ങനെ കാണാമല്ലോ. എനിക്ക് ഭയങ്കര സങ്കടമാണ്. എന്തായാലും എൻ്റെ ഏട്ടൻ പറഞ്ഞ അവൻ എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ അവൻ്റെ കാര്യം നന്നായി നടക്കണം. ഞാൻ പോയില്ലെങ്കിൽ എൻ്റെ പ്രാർത്ഥന ഉണ്ടാവും അവരോടൊക്കെ. പിന്നെ എനിക്ക് പറയാനുള്ളത് കാര്യം, എൻ്റെ ഉണ്ണിച്ചക്കൻ്റെ മമ്മിക്ക് തീരെ വയ്യ. കാരണം ഞാൻ ഈ ഒരു അവസ്ഥയിൽ ഞാൻ എൻ്റെ ചേച്ചീനെ കണ്ടിട്ടില്ല കേട്ടോ. മനസ്സ് വിട്ടിട്ട് പറയാണ്, എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണം. കാരണം അവളെ മനസ്സ് വിട്ട് ഓരോന്നും പറയാൻ തുടങ്ങി. എന്താ അസുഖം ചോദിച്ചാൽ ശ്വാസം മുട്ട്, എന്തൊക്കെയോ എനിക്കും അറിയില്ല. ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ശ്വാസം മുട്ടാണ് അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്താ സംഭവം? അപ്പൊ ICU 5 ദിവസം കിടക്കണം. അത്ര ആളവിടെ കിടക്കണില്ല. അത്ര ആൾക്ക് അതിൻ്റെ ഉള്ളിൽ തന്നെ വേറെയുള്ള ആൾക്കാർ വയ്യാണ്ടൊക്കെ ഇങ്ങനെ മരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ആൾക്ക് പേടിച്ചിട്ടൊക്കെ ആൾക്ക് അവിടെ കിടക്കാൻ പറ്റണില്ല പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നമൊക്കെ ആയിട്ട് റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി 2 ദിവസം കൂടി ഹോസ്പിറ്റലിൽ കിടന്നാൽ ഡിസ്ചാർജിൻ്റെ എന്തൊക്കെ പറയാൻ പറ്റുള്ളൂ കേട്ടോ. അത്രയും ആൾക്ക് വയ്യ. ഈ ഒരു അവസ്ഥയിൽ ഞാൻ ആളിനെ കണ്ടിട്ടില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണം. ഇന്നലെയൊക്കെ ഞാനൊക്കെ കരയുണ്ടായിരുന്നു. കാരണം ഇത്ര ദിവസം ഞങ്ങൾക്കൊന്നും സംസാരിക്കാൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇന്നലെയാണ് ഒന്ന് റൂമിലേക്ക് മാറ്റിയത്. എന്തൊക്കെ പറഞ്ഞാലും കൂടപ്പുറപ്പോൾ എന്തെങ്കിലും ആയാലും എവിടെയെങ്കിലൊക്കെ നന്നായിട്ട് ഇരിക്കട്ടെ. ഏട്ടൻ്റെ ഈ ഒരു കാര്യം ഇങ്ങനെ ആയതോട് കൂടിയിട്ട് എനിക്ക് ഇങ്ങനെയൊക്കെ കേൾക്കാൻ എനിക്ക് പേടി കേട്ടോ. കാരണം നമ്മുടെ വിലപ്പെട്ടത് പോകുമ്പോഴാണ് നമുക്ക് ആ വേദന അറിയുക. അപ്പം അതുകൊണ്ട് ഏട്ടൻ്റെ ഒരു പ്രശ്നം കാരണം ഇപ്പോൾ ഒന്നും എനിക്ക് കേൾക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ നിങ്ങളെല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ ഉണ്ണിയുടെ എക്സാമിൻ്റെ വീഡിയോയിൽ ഉണ്ണിയിട്ടൊരു ഡ്രസ്സുണ്ട്, ഒരു ബ്ലൂ കളർ ഡ്രസ്സ്. അത് ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്, അത് എവിടെ നിന്ന് എടുത്തതെന്ന്. ഉണ്ണിയുടെ മേക്കപ്പിനേക്കാളും ശരിക്കും ചോദിച്ചത് ആ ഡ്രസ്സാണെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അത് നമ്മൾ എവിടെ നിന്ന് എടുത്തത്? കൊച്ചിയിലെ വെസ്റ്റ് സൈഡിൽ നിന്നാണ് എടുത്തത്. പക്ഷെ നല്ല സൈഡ്. പക്ഷെ അതിന് അത്യാവശ്യം റേറ്റ് ഉണ്ട് കേട്ടോ. അറൌണ്ട് 3,000-2,000 rupees. പക്ഷെ അതിനുള്ളതൊന്നും അതില്ല. പക്ഷെ എനിക്കത് പക്ഷെ ഇടാൻ ഭയങ്കര കംഫർട്ടബിൾ ആണ്. പിന്നെ കളറും അടിപൊളിയായിരുന്നു. അതിലേക്ക് കളർ ചേഞ്ചും ഒക്കെ ഉണ്ട് അവിടെ. ബ്ലാക്കും കൂടെ ഉണ്ട്. ബ്ലാക്ക് അല്ല, ഒരു തരം വൈൻ കളർ, ഒരു മുന്തിരി കളർ, ഗ്രേ കളറൊക്കെ. പക്ഷെ അതിനെക്കാട്ടിലും എനിക്ക് ഈ കളർ ഇഷ്ടം. അല്ലെങ്കിൽ എനിക്ക് എന്റെ ഫേവറേറ്റ് കളറാണിത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഈ ഒരു വർഷത്തോട് കൂടിയിട്ട് ഇവിടെ ഭാരം ഇറക്കി വെക്കുകയാണ്. 2024 എന്ന് പറയുന്നത് പോകുമ്പോൾ വിഷമമാണ്. കാരണം ഇനി ഒരു ദിവസം കൂടെ ഉള്ളൂ പപ്പ ഈ ഒരു വർഷത്തിൽ ജീവിച്ചത്. അത് കഴിഞ്ഞ പുതിയ വർഷമാണ്, അതിൽ പപ്പയില്ല. പിന്നെ 2023 ഞങ്ങൾക്ക് വൃത്തികെട്ടൊരു വർഷമായിരുന്നു കേട്ടോ. അതും ചതിയും വഞ്ചനയും ഒക്കെ കിട്ടിയൊരു വർഷമായിരുന്നു. 2023-ഉം 2024-ഉം നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു വർഷമായിരുന്നു. അപ്പം അത് ഇനിയിപ്പോൾ പോകുമ്പോൾ ഈ ഒരു ദിവസം കൂടി കഴിഞ്ഞാൽ എല്ലാം ഇവിടെ പോയി കഴിഞ്ഞു. പക്ഷേ 2025 ഇനി നല്ലൊരു തുടക്കം ആവട്ടെ. ഇപ്പം എൻ്റെ ഉണ്ണിക്ക് നിറയെ വർക്കുകൾ കിട്ടട്ടെ. നിങ്ങൾ ഉണ്ണി പേജ് തുടങ്ങിയിട്ടുണ്ട്. എന്താണ് പറഞ്ഞു കൊടുക്കുക പേര്? നീതു ദ മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നാണ് നമ്മുടെ പേജിന്റെ പേര് കേട്ടോ. ഞാൻ പുതിയ ഇതിന് വേണ്ടിയിട്ട് പേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ എല്ലാവരും അത് ഫോളോ ചെയ്യുക. ഇവിടെ ജസ്റ്റ് എഴുതി കാണിക്കാം. പിന്നെ നമ്മൾ കമന്റ് ബോക്സിലും കൊടുക്കാം. എല്ലാവരും പോയിട്ട് ഫോളോ ചെയ്യണം. പിന്നെ വർക്കുകളൊക്കെ ഉണ്ടെച്ചാൽ പറയണം. നമ്മൾ ഉണ്ണി വന്നിട്ട് തരുന്നതായിരിക്കും. അപ്പൊ നമ്മളൊരു പുതിയ എന്തായാലും 2025 ഒരു അടിപൊളി വർഷം ആവട്ടെ എന്ന് എല്ലാവർക്കും എന്താ ഇപ്പൊ ജീവിതം എന്ന് പറഞ്ഞാൽ സന്തോഷം മാത്രമല്ല വിഷമങ്ങൾ ഉണ്ടാവും. ഇനിയിപ്പോ 2025-ലും വിഷമങ്ങളും ഉണ്ടാവും, സന്തോഷങ്ങളും ഉണ്ടാവും. അതൊക്കെ തരണം ചെയ്ത് പോവാം എല്ലാവർക്കും പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. പിന്നെ ഒരു കാര്യം കൂടെ, നമ്മള് ഇപ്പൊ ഈ ഒരു ഇതാവുമ്പോഴേ നമ്മൾ തകർന്നു. പക്ഷെ ഇനി നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ വേദനകളും കാര്യങ്ങളും ഒക്കെ വരാനുണ്ട്. അപ്പൊ നമ്മൾ എങ്ങനെ അതിനെ അതിജീവിക്കാൻ നമുക്ക് അറിയില്ല. സത്യത്തിൽ നമ്മൾക്ക് ഒരു ദുഃഖവും ലൈഫ് ലോങ് അല്ല. പിന്നെ അടുത്ത ദുഃഖങ്ങൾ നമുക്ക് ഒരുപാട് വേർപാടുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ട് നമ്മുടെ ജീവിതത്തിൽ. പക്ഷെ നമ്മൾ അതിനൊക്കെ ഇതാക്കാൻ നമ്മൾ സ്ട്രോങ് ആയിട്ട് ഇരിക്കുകയല്ലേ. നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്ത്
കുറച്ച് പോവാട്ടോ. ഞാൻ അതാണ് ഉണ്ണിവാവോടും പറയണം, ഒരാളിനെ ഉപദ്രവിക്കാണ്ടിയും ദ്രോഹിക്കാണ്ടിയും അവർക്ക് വിഷമുണ്ടാക്കാണ്ടിയും മുന്നോട്ട് ജീവിക്കാൻ പറ്റിയ തന്നെ കുറച്ചൊരിതായി. പിന്നെ ഒരാളിനെ വഞ്ചിക്കാണ്ടിയും പറ്റിക്കാണ്ടിയും ഒക്കെ ഇരിക്കുക എല്ലാവരും. കാരണം അതൊക്കെ അത്രയും വലിയ, ഇന്നത്തെ കണക്കാക്കണ്ട, നാളെ വലിയ വലിയ വേദനകളാണ് അതൊക്കെ. പിന്നെ എല്ലാവർക്കും നല്ലൊരു പുതുവർഷം വരട്ടെ, നല്ല സന്തോഷവും സമാധാനവും ഒക്കെ കിട്ടട്ടെ. പിന്നെ അസുഖം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്കൊക്കെ നല്ലൊരു റിലാക്സൊക്കെ കിട്ടട്ടെ. എന്താ പറയുക, വേദന കൊണ്ടുള്ളൊരു പറച്ചിലാണ്. നമ്മളെ വേദനയിൽ കിടക്കുകയാണെന്ന് വെച്ചാലും മറ്റുള്ളവർക്ക് എപ്പോഴും ഞാൻ സന്തോഷം കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. ഞാൻ ഒരുപാട് പേരിനെ ഞാൻ അങ്ങനെ മോട്ടിവേറ്റ് ചെയ്യാറുണ്ട്. ഞാൻ മോട്ടിവേറ്റ് ചെയ്തിട്ട് ഒരുപാട് പേര് നന്നായിട്ടുണ്ട്. പക്ഷെ ഞാൻ അപ്പോൾ അവരോട് പറയും, എൻ്റെ കാര്യം നോക്കണ്ട, എൻ്റെ പോയത് എൻ്റെ ഒരു പകുതി ജീവൻ്റെ പാതിയാണ്, അപ്പോൾ അത് നിങ്ങൾ നോക്കണ്ട. പക്ഷെ നിങ്ങളുടെ കാര്യം ചെറിയ ചെറിയ കാര്യമല്ലേ, അതൊക്കെ മിസ്റ്റേക്ക് തിരുത്തി നിങ്ങൾക്ക് മുന്നോട്ട് സന്തോഷമായിട്ട്. ചില ആൾക്കാർ വിളിച്ചാൽ പറയേ വിഷമാണ്, പൈസ ഇല്ല, അതുപോലെ ഓരോന്നും ഇങ്ങനെ പറയൂ കേട്ടോ. അപ്പം ഞാൻ പറയാം, അങ്ങനെ പറയണ്ട. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ ആവുക ചെയ്യുക. നമ്മൾ എന്തും ഉണ്ട് ഇല്ല ചെള്ളയിൽ നമ്മൾ നന്ദി പറഞ്ഞ് ജീവിക്കുക. അപ്പം തന്നെ നമ്മുടെ ലൈഫ് ഒരുപാട് ഒരു ഭയങ്കര സന്തോഷമുള്ളതായി മാറുന്നുണ്ട്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് പേരിപ്പോൾ ഇങ്ങനെ ഹാപ്പിയാണ് കൊണ്ട് എന്നോട് പറയൂ കേട്ടോ. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എൻ്റെ ഉണ്ണിക്ക് വേണ്ടിയിട്ടും വാവയ്ക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കുക. വാവക്കുട്ടി ക്ലാസ്സിൽ പോയിരിക്കുക കേട്ടോ. വാവക്കുട്ടിക്ക് എന്തൊക്കെയോ ശരിയാക്കാൻ വേണ്ടി വെച്ചിട്ട് പോയിരിക്കുകയാണ്. വരികയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ പ്രത്യേകിച്ച് എൻ്റെ ഉണ്ണിക്ക് വേണ്ടിയിട്ട്, എൻ്റെ ഉണ്ണിയുടെ മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ ക്ലാസ് പഠിച്ച് അവള് വലിയൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആവാം. വലിയ കേരളമല്ല ഇന്ത്യ ഒട്ടാകെ അറിയുന്ന വലിയൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആവട്ടെ എൻ്റെ കുട്ടി. അതുപോലെ പഠിക്കുന്ന എല്ലാവർക്കും എന്തൊക്കെയാണോ ചെയ്യുന്ന എല്ലാവർക്കും നല്ലത് വരട്ടെ. അപ്പോൾ നല്ലൊരു വർഷമാവട്ടെ കേട്ടോ. ടാറ്റ. പിന്നെ എൻ്റെ ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മറക്കരുത്. നിങ്ങൾ എത്ര ആൾക്കാരുടെ പ്രാർത്ഥന ഉണ്ടെങ്കിൽ തന്നെ റിലീഫ് കിട്ടും. ഞാൻ ഇന്നലെ തന്നെ ഇത് പറഞ്ഞൊരു വീഡിയോ ഇടണമെന്ന് വിചാരിച്ചതാട്ടോ. കാരണം ഇന്നലെയൊക്കെ ഞാൻ പേടിച്ചു. കാരണം ആള് ഫുള്ള് പറയുന്നത്, ഞാൻ എങ്ങനെ നിങ്ങളോട് പറയുക, ഇങ്ങനെ ആൾക്ക് എന്തെങ്കിലും സംഭവിക്കുന്നു പറഞ്ഞിട്ട് തന്നെ ആള് പറയുന്നത്. അത് കേൾക്കുമ്പോൾ ഇങ്ങനെ തകരും ചങ്ക്. കാരണം ഞാൻ അന്നേരം കുറെ കരഞ്ഞു. ഞാൻ എന്നിട്ട് ചേച്ചീനെ വിളിച്ച് പറഞ്ഞു, എൻ്റെ ഏട്ടനെ വിളിച്ച് പറഞ്ഞു. ഞാൻ പറഞ്ഞു 2 ദിവസം കഴിഞ്ഞാൽ മറ്റേ ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ആയി നമ്മൾക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം, ഇവിടെ നിന്ന് നോക്കാം. കാരണം ഇവിടെയൊക്കെ എല്ലാവരെയും കണ്ടാൽ തന്നെ ചിലപ്പോൾ കുറച്ച് അസുഖമൊക്കെ ആളുടെ മാറും. ഇന്നലെ ഭയങ്കര വിഷമമുള്ള ദിവസമായിരുന്നു കേട്ടോ എനിക്ക്. ഇന്നിപ്പോൾ ഇന്നത്തെ സ്ഥിതി എന്താ ഞാൻ വിളിച്ചു ചോദിച്ചിട്ടില്ല. അപ്പോൾ ഇന്നലെ കുറച്ചേരം ആൾക്ക് സംസാരിക്കാനും പറ്റുന്നില്ല. നിങ്ങൾ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട്. ആളിങ്ങനെ പയർമണി പോലെ ഓടി നടക്കും, എല്ലാവരോടും സംസാരിക്കും, കോമഡി പറയും. ഇവരൊക്കെ രാത്രി ആയല്ലേ ഒരു സ്റ്റിക്കർ അയക്കും. ഉണ്ണി അയച്ചു കൊടുക്കുന്ന സ്റ്റിക്കർ പുറത്ത് കാണിക്കാൻ പറ്റില്ല, ചേച്ചിയും കൂടെ അയക്കുന്ന സ്റ്റിക്കറും പുറത്ത് കാണിക്കാൻ പറ്റില്ല. അങ്ങനെയും ചിരിച്ചു കളിച്ച് ഹാപ്പി ആയിട്ടിരുന്ന ഒരാൾക്ക് പെട്ടെന്ന് നമുക്ക് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായി തോന്നി. അപ്പൊ എല്ലാവരും വല്യമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പിന്നെ ഉണ്ണിച്ചക്കനെ നിങ്ങൾക്ക് അറിയാലോ, ഉണ്ണിച്ചക്കൻ ഇപ്പോഴും തിരക്കി മെസ്സേജ് അയക്കുന്നവരുണ്ട്. ഞങ്ങളുടെ ഉണ്ണിച്ചക്കനൊക്കെ ആകെ ടെൻഷനിലാണ്, കാരണം ഫുള്ള് ഹോസ്പിറ്റലിലാണ്. ഇപ്പോൾ നമ്മുടെ ലൈഫിൽ ഇപ്പം എങ്ങനെ അറിയാം, ഒരു വേദന ഒരു സന്തോഷം, ഒരു വേദന ഒരു സന്തോഷം, ഒരു വേദന, അങ്ങനെയാണ് എല്ലാവർക്കും ഒരു എന്തൊക്കെയോ ഒരു ഇതാണ്. അപ്പം ഇപ്പം ഞങ്ങൾ മനസ്സിലാക്കി എന്താ പറയുക, ഇതാണ് ലൈഫ്. ഇതിലും വലിയ വേദനയുള്ളവരുണ്ടാവും. അപ്പോൾ ഇത് കടന്നു പോകണം. പിന്നെ ഞങ്ങൾക്ക് മനഃശക്തി കിട്ടാൻ വേണ്ടിയിട്ടും പ്രാർത്ഥിക്കണം. ഈ 10 മിനിറ്റ് വന്നിടുന്ന വീഡിയോ അല്ല ജീവിതം. ഇവിടെ കടന്ന് ഉരുകുന്ന സമയങ്ങളും ഉണ്ട്. അപ്പം നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. ഞങ്ങൾ സ്നേഹിക്കുന്നവരോടാണ് കേട്ടോ പറയുന്നത്. 1, 2, 3 നെഗറ്റീവ് കമൻറ്റ് ഇടുന്നവരോടല്ല പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ എനിക്ക് ചെറിയൊരു കാര്യം കൂടി പറയണ്ടേ, നമ്മൾ ടൈറ്റിൽ ഇങ്ങനെ ഓരോന്നൊക്കെ ഇടുകയും അപ്പോൾ ചില ആൾക്കാർ പറയും എന്താ ഇങ്ങനത്തെ ഇട്ടിരിക്കണേ. സത്യം പറഞ്ഞാൽ ഡെയിലി ഇത് ഇടണ്ടേ, എന്താ ഇടേണ്ടതെന്ന് ഞങ്ങൾക്കും അറിയില്ല. അപ്പോൾ എന്തെങ്കിലും കിട്ടുന്നത് അങ്ങോട്ട് ഇടണം. എനിക്ക് ടൈറ്റിൽ ഇടേണ്ട ഒരവസ്ഥ വന്നാൽ ഞങ്ങൾ 3 ആളും ഇങ്ങനെ ആലോചിക്കും എന്താ ഇടുക. ഇതിപ്പോൾ നമ്മൾ 1600 വീഡിയോ ഇട്ടിട്ടുണ്ട്. ഈ വീഡിയോക്കൊക്കെ ടൈറ്റിൽ ഇടണ്ടേ. അപ്പോൾ ഞങ്ങൾക്കും അറിയുന്നില്ല ഇപ്പോൾ. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഇടണം കേട്ടോ. ക്ഷമിക്കണം, അറിവില്ലായ്മ കൊണ്ടാണ്. കാരണം കിട്ടുന്നില്ല ഇപ്പോൾ ഇടാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ്. എല്ലാവർക്കും ഹാപ്പി 2025 ആവട്ടെ.